Magic, Morning, magic morning. magic morning. ഓക്കെ, എല്ലാവരും റെഡി ആണെന്ന് വിചാരിക്കുന്നുണ്ട്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് സെഷൻ എടുക്കുന്ന നമ്മുടെ മീം മാജിക് മെമ്പർ ആയിട്ടുള്ള നമ്മുടെ സ്വന്തം സുബ്രഹ്മണ്യൻ സാറാണ്. സാർ വീഡിയോ ഒക്കെ ഓൺ ചെയ്ത് സെറ്റ് ആയിരിക്കുന്നുണ്ട്. സോ സാറിന്റെ ടോപ്പിക്കാണ് ഇൻസോംനിയ എന്നാണ്. ഓക്കെ, സോ ഈ ഒരു ടോപ്പിനെ കുറിച്ച് ഇന്നത്തെ സെഷൻ എടുക്കാൻ വേണ്ടി സുബ്രഹ്മണ്യൻ സാറിനെ ഇൻവൈറ്റ് ചെയ്യാണ്. സുബ്രഹ്മണ്യൻ സർ, പ്ലീസ് വെൽക്കം സർ. ഹലോ, മാജിക് മോർണിംഗ്. മാജിക് മോർണിംഗ്. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. പിന്നെ ഇന്നിവിടെ ഞാനും ഹോസ്റ്റും അടക്കം മൊത്തം 14 പാർട്ടിസിപ്പൻസാണ് ഉള്ളത്. ആർക്കൊക്കെ ആ വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുക വെച്ചാൽ പരമാവധി വീഡിയോ ഓൺ ചെയ്തിരിക്കുക. കുറച്ച് പേർക്കൊക്കെ എന്നെ അറിയുന്നുണ്ടാവും. ഇതിൽ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. ഞാൻ ഒരു മെർച്ചന്റ് നേവിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു എഞ്ചിനീയറാണ്. ഇപ്പം കോഴിക്കോട് അടുത്ത് രാമനാട്ടുകരയിൽ ഒരു മറൈൻ കോളേജിൽ ഫാക്കൽറ്റിയാണ്. അപ്പം എനിക്ക് കുറച്ച് ഇന്ററാക്ട് ആവാൻ നല്ലതായിരിക്കും. അപ്പം വീഡിയോ ഇപ്പൊ 2 ആളെ ഓൺ ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ കേൾക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഓൺ ചെയ്യാൻ പറ്റാത്തവർ ചാറ്റ് ബോക്സ് ഉപയോഗിക്കുക. ഓക്കെ, ഇപ്പം നമ്മള് സ്ട്രെസ് എന്ന് പറയുന്നുണ്ടല്ലോ. സ്ട്രെസ് എന്ന് പറഞ്ഞാല് എന്താ മണി സാറേ, എന്താ സ്ട്രെസ് എന്ന് പറഞ്ഞാല്? സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഒരു പരിഭ്രമം, നമുക്ക് ചെയ്യാൻ പറ്റാത്തതിലുള്ള ഒരു വിഷമം, അങ്ങനെയൊക്കെയാണ് ഉണ്ടാകുക. അപ്പൊ സ്ട്രെസ് എന്ന് പറയുമ്പം സാറ് പറഞ്ഞ ഒരു പരിധിവരെ ശരിയാണ്. സ്ട്രെസ് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളതും കൂടെ ഒരു ചോദ്യമാണ്. ഇപ്പം ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടി ഒരുപാട് ആങ്സൈറ്റി ഉണ്ടാവും. ഞാൻ പരീക്ഷ പാസ്സാവുമോ, അപ്പൊ അങ്ങനെ ഒരു ആങ്സൈറ്റി ഉണ്ട്. പിന്നെ ആദ്യം ഇപ്പം ഫ്ലൈറ്റ് കയറാനൊക്കെ പോകുന്ന ആൾക്കാർക്കാണെങ്കിൽ ഫ്ലൈറ്റിൽ അപ്പം കുറെ നേരത്തെ അവിടെ എത്തണം, 3 മണിക്കൂർ മുന്നേ എയർപോർട്ടിൽ റിപ്പോർട്ട് ചെയ്യണം. അങ്ങനെ ഒരു ആങ്സൈറ്റി ഉണ്ടാവും. പിന്നെ സ്ട്രെസ് 2 തരത്തിലുണ്ട്. മാനസിക സംഘർഷം. യെസ്, ദാറ്റ്സ് കറക്റ്റ്. സാറ് പറഞ്ഞ കറക്റ്റ് ആണ്. അപ്പോൾ 2 തരത്തിലുണ്ട് സ്ട്രെസ്. അപ്പോൾ ഒന്ന് ഫിസിക്കലാണ്, രണ്ടാമത്തെ എന്താ? ഫിസിക്കൽ അല്ലാത്തത് എന്താ? ഫിസിക്കൽ എന്ന് പറയുമ്പം നമ്മൾ ഇപ്പൊ ജോലി ചെയ്തിട്ട് അധ്വാനം ചെയ്തിട്ട് വരുന്ന ക്ഷീണം മൂലം നമുക്ക് സ്ട്രെസ് ഉണ്ടാവും. രണ്ടാമത്തത് മാനസികമായിട്ടുള്ള മെന്റൽ സ്ട്രെസ്, അല്ലേ? ഇപ്പോഴുള്ള ചെറുപ്പക്കാർക്കൊക്കെ ഒരുപാട് സ്ട്രെസ് ഉണ്ട്. അവർക്ക് ജോലി സംബന്ധമായിട്ട് അവരുടെ ഓഫീസിലും അവരുടെ ഓർഗനൈസേഷനിലും, പിന്നെ ഈ IT വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ ടൈം ബൗണ്ട് ആക്ടിവിറ്റീസ് ആണ്. അപ്പം അവർക്ക് ഒരുപാട് സ്ട്രെസ്സുകൾ വരും. ആ ടൈമിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം. മാത്രമല്ല, ഇപ്പം ചിലർ ക്ലയൻസ് ഒക്കെ വേറെ ടൈം സോണിലായിരിക്കും. ഇപ്പൊ നമ്മളിപ്പോ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത് GMT + 5:30 ആണ്. അപ്പം ഇപ്പൊ US ക്ലയൻസ് ആണെങ്കിൽ ലേറ്റ് നൈറ്റ്സ്, ഇപ്പം 11:30 മണിക്കായിരിക്കും അവര് സിസ്റ്റം തന്നെ ഓപ്പൺ ചെയ്തിട്ട് ക്ലയന്റ് ആയിട്ട് മീറ്റിംഗ് ഉണ്ടാവുക. ഇപ്പം ഈ ഭാഗത്ത് നമ്മുടെ ഈസ്റ്റേൺ ഭാഗത്താണെങ്കിൽ സിംഗപ്പൂർ, ഓസ്ട്രേലിയക്ക് ആണെങ്കിൽ 4.5 hours നമ്മൾ എഹഡ് ആണ്. അപ്പൊ ഇവർക്ക് ചിലപ്പോൾ നേരത്തെ 5 മണിക്ക് മുന്നേ തന്നെ സിസ്റ്റം ഓപ്പൺ ചെയ്ത് അവരുടെ അടുത്ത് ഇരിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ 2 തരത്തിൽ സ്ട്രെസ് ഉണ്ട്. പിന്നെ സൈക്കോളജിക്കൽ സ്ട്രെസ് ഉണ്ട്. പിന്നെ പോരാത്തതിന് ഇമോഷണൽ. ചിലവർ പെട്ടെന്ന് ഇമോഷൻ ആവും. ഇപ്പൊ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ചില ലേഡീസ്, ഇപ്പൊ ലേഡീസ് കുറെ പേരൊക്കെ എല്ലാ ജോലിയിലും വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ പഠിപ്പിക്കുന്ന കോളേജിന്റെ പ്രിൻസിപ്പാള് ഒരു എക്സ് ചീഫ് എഞ്ചിനീയർ ആണ്, അവർ ലേഡിയാണ്. അപ്പം പണ്ടൊക്കെ മർച്ചന്റ് നേവി എന്ന് പറഞ്ഞാല് ഇറ്റ് വാസ് എ മെയിൽ ഡോമിനേറ്റഡ് ജോബായിരുന്നു. അപ്പൊ ഇപ്പൊ ഒരുപാട് ഗേൾസ് വരുന്നുണ്ട്. ഇപ്പം കൊച്ചിയിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടില് more than 25% കാഡറ്റ്സ് ഒക്കെ ഗേൾസ് ആണ്. പിന്നെ മാത്രമല്ല, ആർക്കൊക്കെ അറിയാന്നറിയില്ല, നമ്മളെ കോഴിക്കോട് ഇവിടെ അടുത്ത് പറമ്പിൽ ബസാർ എന്ന സ്ഥലത്ത് നിന്ന് ഒരു കുട്ടി, ദിൽന എന്ന് പറഞ്ഞ കുട്ടി, നേവിയില് അവളും പിന്നെ തമിഴ്നാട്ടില് ഒരു കാര്യം, എന്തോ ഒരു ആരോഗ്യസ്വാമി എന്നാളെ പേര്, രണ്ടാളും കൂടെ ലോകം മുഴുവൻ ചുറ്റി. മറ്റേ സെയിൽ ബോട്ട് എന്ന് പറഞ്ഞാൽ അറിയാലോ, അത് പായക്കപ്പലില് അവര് ലോകം മുഴുവൻ കറങ്ങി വന്നിട്ടുണ്ട്. അവർ നേവിയിലെ വർക്ക് ചെയ്യുന്നവരാണ്. അവരുടെ എക്സ്പെഡിഷന്റെ ഭാഗമായിട്ട് അവർ ലോകം മുഴുവൻ കറങ്ങി വന്നു. ഓക്കെ, ഇനി ഞാൻ നമ്മളെ ടോപ്പിക്കിലേക്ക് വരികയാണ്.
ഇപ്പൊ ഇൻസോമിനിയ കുറെ പേര് കേട്ടിട്ടുണ്ടാവും, പക്ഷെ ആർക്കും വ്യക്തമായിട്ട് മീനിങ് ഇല്ല. ഇപ്പൊ ഗൂഗിൾ അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മീനിങ് കിട്ടും. അത് നമ്മളെ സ്ലീപ്പ് സംബന്ധമാണ്, ഉറക്കം. ഇപ്പം ഞാനിപ്പോ ഒരു ചോദ്യം ചോദിക്കാം. നല്ല ഉറക്കം എന്ന് പറയുന്നത് എത്ര മണിക്കൂറാണ് ഒരാൾക്ക്? ബഷീർ സാറേ. ഓരോരുത്തരുടെ ശരീരത്തിന്റെ പ്രകൃതി അനുസരിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പൊ സാധാരണ നമ്മൾ ബുക്കിലൊക്കെ വായിച്ചിട്ടുണ്ട് 8 മണിക്കൂർ ഉറങ്ങണം അല്ലെ? ഇപ്പൊ അവർ പഠിക്കുന്ന കുട്ടിയൊക്കെയാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് നല്ല റെസ്റ്റ് വേണം. പിന്നെ യങ് സ്റ്റേജ്, ഇപ്പം 20 മുതൽ 30 വയസ്സ് വരെയുള്ളവരൊക്കെ ആണെങ്കിൽ അപ്പൊ 8 മണിക്കൂർ അവർക്കൊന്നും കിട്ടില്ല. കാരണം ജോലിയുടെ ഭാഗമായിട്ട് അവർ ഓവർ സ്ട്രെസ്ഡ് ഒക്കെ ആയിരിക്കും. അപ്പൊ അവർക്ക് അത്ര സമയം കിട്ടാറില്ല. സോ ഉറക്കം എന്ന് പറയുന്നത് നമ്മളെ മൊബൈൽ ഫോൺ റീചാർജ് ചെയ്യുന്നില്ലേ, അതേമാതിരിയാണ്. അപ്പം നമ്മൾ ജീവിതത്തിൽ നല്ല ഉറക്കം കിട്ടിയിട്ടില്ലെങ്കിൽ അത് നമ്മുടെ നെക്സ്റ്റ് ഡേ പെർഫോമൻസിനെ ബാധിക്കും. പ്രോപ്പർ സ്ലീപ്പ് കിട്ടണം. ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞത് നമ്മൾ ക്വാണ്ടിറ്റി ഓഫ് സ്ലീപ്പാണ്. പിന്നെ വേറെ ഒന്നുള്ളത് ക്വാളിറ്റിയാണ്. ഇപ്പം നമ്മളിപ്പം രാവിലെ 5 മണിക്ക് എണീക്കണം. ഇപ്പൊ ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, ഏർലി ടു ബെഡ് ആൻഡ് ഏർലി ടു റൈസ്. അപ്പം രാവിലെ നേരത്തെ എണീക്കണമെങ്കിൽ നമ്മൾ രാത്രി കിടക്കുന്ന സമയം ആദ്യം ഫിക്സ് ചെയ്യണം. ഏർലി ടു ബെഡ് ആൻഡ് ഏർലി ടു റൈസ്. അപ്പൊ അതില് എത്ര പേർക്ക് നമ്മൾ ബെഡിൽ പോയി കിടന്ന് ഉടനെ ഉറക്കം വരും? ശരിക്കും ഒരു 15 അല്ലെങ്കിൽ 20-25 മിനിറ്റോ സമയം എടുക്കും അല്ലെ? നമ്മൾ കിടന്ന ഉടനെ തന്നെ സ്വിച്ച് ഓഫ് ചെയ്തമാര് ഉറങ്ങാൻ പറ്റുമോ? എന്താ മണി സാറേ, ഇത്ര സമയം എടുക്കും അല്ലേ? 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ എടുക്കും. അപ്പം ഈ നമ്മൾ ഉറക്കത്തിന് പല ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മൾ എവിടെയാണോ കിടക്കുന്നത്, എൻവയറമെന്റ്, അവിടുത്തെ സാഹചര്യം. ഇതേമാതിരി ട്യൂബ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ നമുക്ക് ഉറങ്ങാൻ വയ്യ. പിന്നെ ശബ്ദം, കോലാഹലമൊക്കെ ഉണ്ടെങ്കിൽ പറ്റൂല. പിന്നെ നമുക്ക് കംഫർട്ട് വേണം. ഫാൻ ഇല്ലാതെ ഒരു മുറിയിൽ നമുക്ക് കിടക്കാൻ പറ്റും. നമ്മൾ അങ്ങനെ ശീലിച്ചു പോയി. അപ്പൊ നമ്മൾ മുറിയിൽ ഫാൻ വേണം. ചിലവർ AC ഉണ്ടെങ്കിൽ AC കംഫർട്ട് വേണം. പിന്നെ നമ്മളെ ബെഡ്, നമ്മൾ കിടക്കുന്ന ബെഡ്, ചിലവർക്ക് ബെഡ് മാറി കിടന്നാൽ അല്ലെങ്കിൽ റൂം മാറി കിടന്നാൽ അവർക്ക് ഉറക്കം വരില്ല. അങ്ങനെ പല ഫാക്ടേഴ്സ് ഉണ്ട്. പിന്നെ നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും, നമ്മൾ എത്ര തന്നെ AC കോച്ചിൽ ഇരുന്നാലും വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പം ഒരു മൂവ്മെന്റ് ഉണ്ടല്ലോ, തീവണ്ടിയുടെ മൂവ്മെന്റ്, അതൊരു താരാട്ടുമാരി നമുക്ക് നല്ല കംഫർട്ടായിരിക്കും. നമ്മൾ ഉറങ്ങും. ഉറങ്ങിക്കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർക്ക് പോവാണ്. അപ്പൊ തിരുവനന്തപുരത്ത് പുറപ്പെട്ടു, നല്ല മൂവ്മെന്റ് ആണ്. പിന്നെ ഷൊർണൂർ അടുത്ത് വരുമ്പം ഔട്ടറിൽ ഒരു 10 മിനിറ്റ് സിഗ്നലിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ ഉറക്കം ഡിസ്റ്റർബ് ആവും. കാരണം അതുവരെ നമുക്കൊരു മൂവ്മെന്റ് ഉണ്ടായിരുന്നു, നമ്മൾ സുഖം ഉണ്ടായിരുന്നു. ആ സുഖം ബ്ലോക്കായപ്പം നമ്മൾ എന്തായി, നമ്മൾ ഉറക്കം ബ്രേക്കായി. പിന്നെ നമുക്ക് ഉറക്കം കിട്ടാൻ സമയമെടുക്കും. കുറെ പേർക്ക് ഉറക്കം ബ്രേക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അതിലേക്ക് തിരിച്ചു വരാൻ പ്രയാസങ്ങൾ ഉണ്ടാവും. അപ്പം അതൊരു ഫാക്ടർ ഉണ്ട്. പിന്നെ ജോലിയിൽ മെയിനായിട്ട് നമ്മൾ എന്താ നോക്കുന്നത് വെച്ചാല്, പണ്ടൊക്കെ നമ്മള് ആദി മനുഷ്യൻ ഗുഹയില ജീവിച്ചിരുന്നത് അല്ലെ? എല്ലാവർക്കും അറിയാം. നമ്മൾ ചാൾസ് ഡാർവിന്റെ പ്രകാരം നമ്മൾ കുരങ്ങന്മാരെന്നാണല്ലോ നമ്മള് പരിണമിച്ച് ഇപ്പം AC റൂമിൽ കോട്ടും സൂട്ടും ഇട്ട് ലെക്ചറൊക്കെ എടുക്കുന്ന ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. ആദ്യ മനുഷ്യൻ കേവ്സിൽ വാഴിക്കണം. അത് വന്യജീവികൾക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവർ രാത്രി കൂടാണ്. ഇപ്പം പ്രകൃതിയിലെ ബാക്കിയുള്ള ജീവജാലങ്ങളുണ്ടല്ലോ, ബേർഡ്സ്, ആനിമൽസ്, അവരൊക്കെ ഈ സൂര്യൻ ഉദിക്കുമ്പോൾ പുറത്തു വരും. പിന്നെ സന്തോഷമായിട്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കും. പിന്നെ ഭക്ഷണമൊക്കെ കളക്ട് ചെയ്യും, കുട്ടികളെ ഫീഡ് ചെയ്യും. പിന്നെ സൺസെറ്റ് ആവുമ്പോൾ അവർ കൂടാണ്. സോ ആദ്യ മനുഷ്യൻ അങ്ങനെ തന്നെയായിരുന്നു. രാത്രി കാലങ്ങളിൽ അയാളുടെ ഹോമിലേക്ക്, മീൻസ് കേവ്സിലേക്ക് പോയി. പിന്നെ വന്യജീവികളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവര് 2 സ്റ്റോൺ തമ്മിൽ ഉറച്ചിട്ട് കിട്ടിയപ്പോൾ ചെറിയ സ്പാർക്ക് കിട്ടി. അതിന്ന് ഫയർ കണ്ടുപിടിച്ചു. അപ്പൊ അങ്ങനെ വന്യമൃഗങ്ങളെ തുരത്താനുള്ള ഇത് കിട്ടി. അപ്പം നമ്മൾ പറഞ്ഞത് നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ എന്ന് പറയും. അപ്പൊ നമുക്ക് എന്താണോ ആവശ്യം അപ്പോഴാണ് നമ്മൾ ഒരു പുതിയ സാധനം കണ്ടുപിടിക്കുക. ഈ നമ്മളെ ഈ ഇലക്ട്രിസിറ്റി ഇല്ല, ബൾബ് കണ്ടുപിടിച്ചത് ആരാണ്? ആരും വീഡിയോയിൽ കാണുന്നില്ല, ആകെ 2 ആളേ ഉള്ളൂ. വിധുബാല മാഡത്തിന് അറിയോ ബൾബ് കണ്ടുപിടിച്ച ആരാ? എഡിസൺ.
തോമസ് ആൽവ എഡിസൺ. തോമസ് ആൽവ എഡിസൺ. തോമസ് ആൽവ എഡിസൺ. അപ്പൊ അയാള് ഒരുപാട് പരീക്ഷണങ്ങൾ ചെയ്ത് ഒടുവിൽ എനിക്ക് തോന്നുന്ന 1000-ഓളം എക്സ്പെരിമെന്റ് ചെയ്താണ് അവസാനം അത് കണ്ടുപിടിച്ചത്. അപ്പം ഈ ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ച ശേഷമാണ് ഈ നമ്മുടെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്ന് പറയും. നമ്മുടെ ഈസ്റ്റ് യൂറോപ്പ് സൈഡിലൊക്കെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ നടന്നപ്പോൾ മുതലാളിമാർക്ക് 24 മണിക്കൂറും പ്രൊഡക്ഷൻ വേണം. അതുവരെയും പകല് മാത്രമേ പ്രവർത്തിച്ചെന്നുള്ളൂ മനുഷ്യന്മാർ. അപ്പം ഈ യന്ത്രങ്ങളൊക്കെ കണ്ടുപിടിച്ചു. അപ്പം 24 hours പ്രൊഡക്ഷൻ വേണം, അവർക്ക് നല്ല പ്രോഫിറ്റ് വേണം. അപ്പം അങ്ങനെ ആപ്പ് എന്തായി, മനുഷ്യത്വത്തിന് കുറയാൻ തുടങ്ങി. അപ്പം ഇതിൽ എനിക്ക് പറയാനുള്ളത്, നമ്മളെ ആരെങ്കിലും ചാൾസ് ചാപ്ലിന്റെ മോഡേൺ ടൈംസ് കണ്ടിട്ടുണ്ടോ? മോഡേൺ ടൈംസിൽ ഒരു തമാശയുണ്ട്. ചാൾസ് ചാപ്ലിന് ഒരു ഫാക്ടറിയിൽ നിന്ന് ജോലി കഴിഞ്ഞ് വരും, ഡൈനിങ് ടേബിളിന്റെ മുന്നിൽ ഇരിക്കും, എല്ലാം റെഡി ആയിട്ട് സ്പൂണ് ഫോർക്കൊക്കെ വെച്ച് ബിബൊക്കെ കെട്ടിയിട്ട് മുന്നിൽ ഇരുന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ സ്പൂണ് ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം അവിടെ ഷോപ്പ് ഫ്ലോറിൽ അയാളുടെ പണി അതായിരുന്നു, കൺവെയറിൽ വരുന്ന സാധനത്തിൽ നട്ടും ബോൾട്ടും ടൈറ്റ് ചെയ്യുക. അപ്പം മനുഷ്യത്വം കുറഞ്ഞു തുടങ്ങി നമ്മൾ ഇൻവെൻഷൻ വന്നപ്പോൾ. അതേമാതിരി തന്നെയാണ് ഈ റെഫ്രിജറേഷൻ കണ്ടുപിടിച്ചല്ലോ. റെഫ്രിജറേഷൻ കണ്ടുപിടിച്ച ആള് മഹാനാണെങ്കിലും ഇപ്പം കൂടുതൽ ആളുകളും രാത്രി ഭക്ഷണം കഴിച്ചിട്ട് അത് പാർസൽ വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഫ്രിഡ്ജിൽ വെക്കും, എന്നിട്ട് അത് ചൂടാക്കിയിട്ട് നെക്സ്റ്റ് ഡേ കഴിക്കുന്നുണ്ട്. നമ്മൾ ഫുഡ് പാർസൽ വാങ്ങുമ്പോൾ അതിൽ സ്റ്റാമ്പ് ചെയ്യുന്നുണ്ട്, ഇറ്റ് ഷുഡ് ബി കൺസ്യൂംഡ് വിത്തിൻ 2 hours ഫ്രം ദ ടൈം ഓഫ് പ്രിപ്പറേഷൻ. പക്ഷെ എത്ര പേര് അത് ഫോളോ ചെയ്യുന്നുണ്ട്? അപ്പം നമുക്ക് വരുന്ന അസുഖങ്ങൾക്കൊക്കെ കാരണം നമ്മൾ തന്നെയാണ്, നമ്മൾ ഫുഡ് സ്റ്റൈലാണ്. പിന്നെ നമ്മളെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പം കുറെയൊക്കെ നമ്മൾ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഈ ഷിഫ്റ്റ് വർക്ക് ചെയ്യുന്നവര്, ഇപ്പോഴാണ് എനിക്ക് പറയാൻ നോക്കുന്നത്, ഈ നൈറ്റ് ഷിഫ്റ്റ് വർക്ക് ചെയ്യുന്നവർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? രാത്രി 12 മണി മുതൽ ശരിക്കും നമുക്ക് നല്ല ഉറക്കം വേണ്ടത് 12 മുതൽ 3 വരെയുള്ള സമയമാണ്, അല്ലെങ്കിൽ 11:30 to 3:30. ആ സമയത്തിൽ ഉറക്കം കിട്ടാത്തവർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നൈറ്റ് ഷിഫ്റ്റ് വർക്ക് ചെയ്യുന്നവര്, അവരെ ഹാബിറ്റ്, അവര് എപ്പോഴും ടെൻസ്ഡ് ആയിരിക്കും. അവർക്ക് എന്താ വെച്ചാൽ പ്രോപ്പർ ഡൈജഷൻ ഉണ്ടാവില്ല, പിന്നെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും, സ്ട്രെസ് ഉണ്ടാവും, ഷോർട്ട് ടെമ്പേർഡ് ആയിരിക്കും. പിന്നെ അവർക്ക് അങ്ങനെ ചിലർക്ക് ഡിമെൻഷ്യ വരെ ആയിട്ടുണ്ട്, ഓർമ്മക്കുറവ്. പിന്നെ ഈ കാര്യത്തിൽ എനിക്ക് ഈ സമയത്ത് വേറെ ഒരു പോയിന്റിലൂടെ പറയാറുണ്ട്. ഇവിടെ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് ആൾക്കാരും അഖില മേഡം ഉണ്ട് അല്ലേ? തിരുവനന്തപുരത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ മാർച്ച് മാസം എക്സാം ആണല്ലോ. അപ്പം അവിടെ അച്ഛനും അമ്മയും പിന്നെ വർക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഈ മാർച്ച് മാസം 2 ആഴ്ച അച്ഛൻ ലീവ് എടുക്കും, 2 ആഴ്ച അമ്മ ലീവ് എടുക്കും കുട്ടീനെ പഠിപ്പിക്കാൻ. അപ്പൊ അത്രയും സ്ട്രെസ്ഡ് ആണ് കുട്ടി. അപ്പൊ ഒരുപാട് ട്യൂഷൻ ഉണ്ട്, അതിന് പുറമെ വീട്ടിൽ നിന്ന് പഠിക്കുന്നുണ്ട്. കാരണം നല്ലോണം സ്കോർ ചെയ്യണം, എന്നാലേ നമുക്ക് നല്ല പ്രൊഫഷണൽ കോളേജിൽ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഒരുപാട് സ്ട്രെസ് ഉണ്ട് ആ കുട്ടീൻ്റെ മുകളിൽ. അപ്പൊ ചില സമയത്ത് എന്ത് സംഭവിച്ചാല്, പിന്നെ നമ്മൾ സാധാരണ ഏത് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പം പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒരു 5 കൊല്ലം അല്ലെങ്കിൽ 6 കൊല്ലം മുന്നുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്തിട്ട് അത് നമ്മൾ സോൾവ് ചെയ്യും. അപ്പൊ ഈ കുട്ടിയും അതേമാതിരി സോൾവ് ചെയ്തിട്ട് പരീക്ഷേന്റെ അന്ന് തലേന്ന് ചിലപ്പം 12-12:30 വരെയൊക്കെ ഇരുന്ന് പഠിച്ചിട്ടുണ്ടാവും. പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് വീണ്ടും 5 മണിക്ക് എണീറ്റ് നല്ലോണം പഠിക്കും. ഇതൊക്കെ ആകുമ്പോൾ കുറെ ടെൻസ്ഡായി എക്സാം ഹാളിലെത്തി, 9:30 മണിയായി, കൂൾ ഓഫ് ടൈം ഒക്കെ കഴിഞ്ഞ് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ ആദ്യത്തെ പേജിൽ 5 ക്വസ്റ്റ്യൻ. ഈ 5 ക്വസ്റ്റ്യനിലും ഒരു ക്വസ്റ്റ്യനും ആ കുട്ടി പ്രതീക്ഷിക്കാത്ത ക്വസ്റ്റ്യനുകളാണ്, പഠിച്ചതൊന്നും വന്നിട്ടില്ല. അപ്പം ഒരു 20 സെക്കൻഡ് അല്ലെങ്കിൽ 30 സെക്കൻഡിലേക്ക് ഒന്ന് ഫുള്ളായിട്ട് ബ്ലൈൻഡ് ആവും, ബ്ലാങ്ക് ആയിപ്പോവും. കാരണം അത്രയും സ്ട്രെസ്ഡ് ആയിപ്പോവും. അപ്പം ഈ നമ്മളെ മേലിൽ ഇത്രയും സ്ട്രെസ് വരുമ്പോൾ നമ്മുടെ പെർഫോമൻസിന് അത് ബാധിക്കുന്നുണ്ട്, നെക്സ്റ്റ് ഡേ പെർഫോമൻസ്. അതുകൊണ്ട് നമ്മൾ രാത്രി ഉറങ്ങുന്ന ടൈം നമ്മൾ ശ്രദ്ധിക്കുക. എനിക്ക് പിന്നെ പറയാനുള്ളത്, ഫുഡ് സ്റ്റൈലിന്റെ കാര്യത്തിൽ നമ്മൾ ഡിന്നർ കഴിക്കുന്നത്, ഇപ്പം കോവിഡിന് ശേഷം ഞാനിവിടെ കോഴിക്കോടാണ്
ഇവിടെ ബീച്ചിലൊക്കെ കണ്ടിട്ടുണ്ട് ഓരോരുത്തരും രാത്രി 12 മണിക്കൊക്കെ ഭക്ഷണം കഴിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ 12 മണിക്ക് ഭക്ഷണം കഴിച്ചിട്ട് പാർസൽ കൊണ്ടുപോകുന്നവരുണ്ട്. അപ്പം ഇത് ലൈഫ് സ്റ്റൈൽ തന്നെ മാറിപ്പോയി. ഈ നമ്മളെ നാട്ടില് എനിക്ക് ഓർമ്മയുണ്ട്, ഇപ്പം കോവിഡിന് മുന്നൊക്കെ ഈ കുഴിമന്തികളൊന്നും അത്ര ഉണ്ടായിരുന്നില്ല. ഇപ്പം ഒരു 5 കിലോമീറ്ററിൽ ഒരു 5 കുഴിമന്തിയെങ്കിലും ഉണ്ടാവും. അപ്പം ഈ നമ്മുടെ ഫുഡ് സ്റ്റൈലാണ് നമ്മുടെ അസുഖങ്ങൾക്കൊക്കെ, നമ്മുടെ മാറാ രോഗങ്ങൾ എന്ന് പറയുന്ന ക്യാൻസർ, അതേമാതിരി ലൈഫ് സ്റ്റൈൽ ഡിസീസുകളൊക്കെ കാരണം നമ്മുടെ ഫുഡ് സ്റ്റൈലാണ്. അപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ ശാസ്ത്രത്തിൽ പറയുന്നത് എങ്ങനെയാ വെച്ചാൽ, നമ്മൾ ബെഡ് ടൈമില്ലേ, ബെഡ് ടൈമിന് ഒരു 2.5 മണിക്കൂർ മുന്നേ നമ്മൾ ഫുഡ് കഴിച്ചിരിക്കണം, എന്നാലേ നമ്മളെ ഫുഡ് ഡൈജസ്റ്റ് ആവുള്ളൂ. ഇപ്പം നമ്മൾ ഉറങ്ങുന്നുണ്ടെങ്കിലും നമ്മളെ ബോഡിയിലുള്ള ഓർഗൻസ് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മൃഗങ്ങൾക്കൊക്കെ ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുന്നത് ചെറുതാണ്. നമ്മൾ മനുഷ്യന്റെ കുടൽ നല്ല നീളമുള്ളതാണ്, എത്രയോ മീറ്റർ നീളമുണ്ട്. അപ്പം നമ്മൾ കഴിച്ച ഭക്ഷണം നന്നായിട്ട് ഡൈജസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് നമ്മുടെ ഒരുപാട് അസുഖങ്ങൾ വരും. നമ്മൾ വൈദ്യശാസ്ത്രത്തിൽ പറയാറുണ്ട്, ഇപ്പൊ നമ്മൾ ഡോക്ടറെ അടുത്ത് പോയാൽ ഡോക്ടർ ആദ്യം ചോദിക്കുക ഉറക്കം എങ്ങനെയുണ്ട്, പിന്നെ ശ്രോതർ എങ്ങനെയുണ്ട്, റെഗുലറായിട്ട് പോകുന്നുണ്ടോ. അപ്പം ഈ നമ്മുടെ ബോഡിയിൽ വിസർജനം, അതേമാതിരി തന്നെ ഈ ഉറക്കം, ഇതൊക്കെ നമ്മുടെ അസുഖങ്ങളുടെ മെയിൻ ഫാക്ടേഴ്സ് ആണ്. പിന്നെ വേറെ ഒന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ ബിഞ്ച് വാച്ചിങ് എന്ന് പറയും. ബിഞ്ച് വാച്ചിങ് എന്ന് പറഞ്ഞാൽ ചലിക്കുന്ന ചിത്രങ്ങൾ, വീഡിയോസ്, TV, മൊബൈൽ ഫോണ്, അതൊക്കെ നമ്മൾ ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുന്നേ മാറ്റി വെക്കണം. അതേമാതിരി നമ്മൾ ഏർലി മോർണിംഗ് എണീറ്റ് ഉടനെ ഫസ്റ്റ് 1 അവർ ഈ ഗാഡ്ഗറ്റ്സ് ഒന്നും നമ്മൾ ടച്ച് ചെയ്യരുത്. അങ്ങനെ നമ്മളെ ഡെയിലി റുട്ടീൻസിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പരമാവധി ഒരുപാട് അസുഖങ്ങളൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും. പിന്നെ വേറൊരു തമാശ ഒരാൾ പറഞ്ഞിരുന്നു, ഇപ്പം കുറെ ആളുകൾ, ഇപ്പം എൻ്റെ കയ്യിലുള്ള ഈ വാച്ച്, ഈ റിസ്റ്റ് വാച്ച് ഒന്നും ആളുകൾ ഉപയോഗിക്കുന്നില്ല, കാരണം മൊബൈൽ ഫോണിൽ ടൈം ഉണ്ടല്ലോ. അപ്പൊ ഒരു തമാശ ഞാൻ വാട്സപ്പിൽ കേട്ടതാണ്. ഒരാൾ പറഞ്ഞു, ഞാൻ ടൈം നോക്കാൻ വേണ്ടിയിട്ട് മൊബൈൽ എടുത്തതാണ്, പക്ഷെ ഒരു 25 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ് അങ്ങനെ ഡിസ്ട്രാക്ഷനിൽ പോയി. കാരണം അയാള് നോട്ടിഫിക്കേഷൻ വന്ന വാട്സപ്പിന്റെ, അവിടുന്ന് ഫേസ്ബുക്കിൽ കയറി, പിന്നെ അവിടുന്ന് ഇൻസ്റ്റയിൽ കയറി, അങ്ങനെ കുറെ ടൈം പോയി. അപ്പൊ നമുക്ക് ഇപ്പൊ ജീവിതത്തിൽ ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇതൊക്കെ നമ്മൾ ഈ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ കുറയ്ക്കണമെങ്കിൽ നമുക്ക് നമ്മളൊരു സെൽഫ് കൺട്രോൾ വേണം. സെൽഫ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഡിസ്ട്രാക്ഷൻ മാറി നിൽക്കണമെങ്കിൽ ഒരു സെൽഫ് ഡിസിപ്ലിൻ. സാധാരണ ഞാൻ ചില ക്ലാസ്, മോട്ടിവേഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറയാറുണ്ട്, നമ്മൾ മോർണിംഗിൽ എണീറ്റുള്ള ഫസ്റ്റ് 1 അവർ, അതാണ് നമ്മുടെ പ്ലാറ്റിനം അവർ. ആ ദിവസം നിശ്ചയിക്കുന്നത് ആ 1 അവറാണ്. ആ 1 അവർ നമ്മൾ എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നോ അങ്ങനെ ആയിരിക്കും നമ്മൾ ബെഡ് ടൈം വരെയുള്ള ആ ഡേ. സോ സ്പെൻഡ് യുവർ ടൈം വൈസ്ലി, ഏർലി മോർണിംഗ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്തു. ഇനി ഒരു കാര്യം പറയുക, നമ്മൾ ടോപ്പിക്കിലേക്ക് വരാം. ഇൻസോമിനിയ എന്താന്ന് വെച്ചാൽ ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ കിട്ടും, സ്ലീപ്പ് ഡിസോർഡർ. സ്ലീപ്പ് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ആവശ്യം ഉറക്കമാണ് മനുഷ്യന്. അപ്പം ആ റെസ്റ്റ് പീരീഡ് ശരിക്കും ഉറക്കം കിട്ടിയിട്ടില്ലെങ്കിൽ അത് നമ്മുടെ നെക്സ്റ്റ് ഡേയിലെ പെർഫോമൻസിനെ ബാധിക്കും. ഒന്നും വേണ്ട, നമ്മളിപ്പം ചുമരിലൊരു ആണി അടിക്കുകയാണ്, ഒരു ഹാമർ വെച്ചിട്ട് ആണി അടിക്കുമ്പം നമ്മൾ അതിൽ ഫോക്കസ് ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നമ്മളെ കയ്യിന് പരിക്ക് കിട്ടും. അതേമാതിരി തന്നെയാണ് നമ്മളെ പ്രീവിയസ് ഡേ നൈറ്റ്സിലെ ഉറക്കം നമ്മുടെ നെക്സ്റ്റ് ഡേ പെർഫോമൻസിനെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. സോ നമ്മൾ ഉറക്കം ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇൻസോമിനിയ എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ടി ഇൻ ഗെറ്റിംഗ് സ്ലീപ്പ്, പിന്നെ സ്ലീപ്പ് ഡിസോർഡർ, പിന്നെ നമ്മൾ ഉറക്കം ബ്രേക്ക് ആയാൽ നമുക്ക് തിരിച്ചു കിട്ടാനുള്ള ബുദ്ധിമുട്ട്. സോ ഇന്നത്തെ ടോപ്പിക് അതായിരുന്നു. സോ എല്ലാവരും നല്ലോണം ഉറങ്ങണമെങ്കിൽ നമ്മൾ നമ്മുടെ സെൽഫ് കൺട്രോൾ വേണം, ഒരു പ്രോപ്പറായിട്ട് ഒരു ചിട്ട വേണം. അപ്പം ആ സെൽഫ് ഡിസിപ്ലിൻ അല്ലെങ്കിൽ ഒരു റിച്വൽസ്, നമ്മൾ മോർണിംഗ് റിച്വൽസ് ഇപ്പൊ നമ്മൾ സേവേഴ്സ് ചെയ്യുന്നില്ലേ, അതേമാതിരി നമ്മൾ ബെഡ് ടൈം റിച്വൽസ് ആയിട്ട് നമ്മളെ ലാസ്റ്റ് 1 അവർ ഗാഡ്ഗറ്റ്സ് ഒക്കെ മാറ്റി വെക്കാം. പിന്നെ ഫുഡ് കഴിക്കുന്നത് ചുരുങ്ങിയത് 2-2.5 മണിക്കൂർ മുന്നേ എങ്കിലും നമ്മൾ ഡിന്നർ കഴിക്കണം. ഓക്കെ, സോ ഇതാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ
ഇതിൽ ആഡ് ചെയ്യാം. പിന്നെ ഒരു കാര്യം കൂടെ പറയാം, എനിക്ക് ഈ പ്ലാറ്റ്ഫോം തന്ന ബി മാജിക്കിന്റെ ഫൗണ്ടേഴ്സിനോടും സ്റ്റാഫിനോടും എനിക്ക് വളരെയധികം നന്ദിയുണ്ട്. താങ്ക് യു. ആർക്കും എന്തെങ്കിലും ഷെയർ ചെയ്ത് ഞാൻ ആഡ് ചെയ്യാം. മാജിക് മോർണിംഗ് സുബ്രഹ്മണ്യൻ സാർ. താങ്ക് യു സർ. മാജിക് മോർണിംഗ്. ഉറക്കത്തിനെ പറ്റിയിട്ട് നല്ലൊരു ക്ലാസ്. ഉറക്കത്തിന് നമ്മൾ ചെയ്യേണ്ട പ്രിക്കോഷൻസ് എന്തെല്ലാണെന്നുള്ളത് കൃത്യമായിട്ട് സാറ് പറഞ്ഞു തന്നു. ഞാനൊക്കെ ഉറങ്ങാൻ കിടക്കലില്ല, കിടന്നാൽ ഉറങ്ങല. സാറ് പറഞ്ഞ ടൈമൊന്നും എനിക്ക് വേണ്ട ഇതുവരെ ദൈവം സഹായിച്ചിട്ട്. എൻ്റെ വീട്ടുകാർ തന്നെ പറയും അത് ഉറങ്ങാൻ കിടക്കലല്ല, കിടന്നാൽ ഉറങ്ങല. സാറ് ഭാഗ്യവാനാണ്. അതെ, അക്കാര്യത്തിൽ ഞാൻ ഭാഗ്യവാനാണ് സാർ. താങ്ക് യു സാർ. നല്ല ക്ലാസ് ആയിരുന്നു സാർ. താങ്ക് യു വെരി മച്ച്. വെൽക്കം സർ. മാജിക് മോർണിംഗ് സുബ്രഹ്മണ്യൻ സാർ. മാജിക് മോർണിംഗ്. നല്ലൊരു പ്രസന്റേഷൻ തന്നെ, നല്ലൊരു സബ്ജക്റ്റും. നമുക്ക് ഉറക്കം കിട്ടുക എന്ന് പറഞ്ഞാൽ ബഷീർ സാർ പറഞ്ഞാൽ ഒരു അനുഗ്രഹം തന്നെയാണ്. നല്ല ഉറക്കം ഉണ്ടെങ്കിൽ പിറ്റേന്ന് നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് നല്ല ഊർജ്ജസ്വലതയോട് കൂടിയിട്ട് ജോലികളെല്ലാം ചെയ്യാനും നമുക്ക് നല്ല ഡിസിഷൻ എടുക്കാനും പറ്റും. ആൾക്കാരായിട്ട് നന്നായിട്ട് മൂവ് ചെയ്യാനും പറ്റും. അപ്പോൾ നമുക്ക് ഒരു പ്ലസന്റ് ആയിട്ട് ഹാപ്പിനെസ് വരുമ്പോൾ നമ്മളിലേക്ക് നല്ല നല്ല കാര്യങ്ങൾ എത്തിച്ചേരും എന്നുള്ളതാണ്. സാറ് പറഞ്ഞ പോലെ തന്നെ രാവിലത്തെ ഫസ്റ്റ് ഹവർ ഉണ്ടല്ലോ, അത് നല്ല ഒരു ഹാപ്പി ആയിട്ടുള്ള നല്ലൊരു നല്ല ഐശ്വര്യമായിട്ടുള്ളൊരു തുടക്കം കിട്ടിക്കഴിഞ്ഞാൽ ദിവസവും അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നല്ല ഉറക്കത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു നല്ല ചിട്ടയായിട്ടുള്ള ഡിസിപ്ലിൻഡ് ഓർഡറിലുള്ള ഒരു ലൈഫ് ഉണ്ടാകണം. ആ പകൽ മുഴുവനും അത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നല്ല ഫുഡായാലും ശരി, മറ്റുള്ള ശാരീരികമായ അധ്വാനങ്ങളായാലും ശരി, റെസ്റ്റ് എടുക്കേണ്ട സമയത്ത് റെസ്റ്റ് എടുക്കുകയും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോഴും ഈ സോഷ്യൽ മീഡിയ അതെല്ലാം കുറച്ച് കൊണ്ടുവന്ന് അപ്പം ഈ ഉറങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മളത് 1 മണിക്കൂർ മുമ്പ് സാർ പറഞ്ഞ മാതിരി നിർത്തുകയാണെങ്കിൽ നമുക്ക് ഒരു പീസ്ഫുൾ ആയിട്ടുള്ള സ്ലീപ്പ് കിട്ടും എന്നുള്ളതാണ്. അപ്പം ഈ ഇത്രയും നല്ലൊരു ക്ലാസ് തന്നെ നന്ദി പറയാണ്. അതോടൊപ്പം ഈ ഇന്നത്തെ ഈ ക്ലാസ് വളരെ നല്ലൊരു ബ്യൂട്ടിഫുൾ പ്രസന്റേഷൻ തന്നെയായിരുന്നു. നമുക്ക് നല്ല ഒരു ശീലത്തിലേക്ക്, അതായത് ഒരു ശരിക്കും പറഞ്ഞാൽ ആരോഗ്യവും മാനസികമായിട്ടും ശാരീരികമായിട്ടൊരു ഇത് കിട്ടണമെങ്കിൽ, രോഗങ്ങളിൽ നിന്ന് വിമുക്തി കിട്ടണമെങ്കിൽ നല്ല ഫുഡും നല്ല ഉറക്കവും ഒക്കെ അത്യാവശ്യമാണ്. അതിനുള്ള കാര്യങ്ങളാണെന്ന് പറഞ്ഞു തന്നത്. അതിനുവേണ്ടി താങ്ക് യു വെരി മച്ച്. നന്നായിരുന്നു. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു മണി സർ. വിദ്ബാല മാം. ഉറക്കമാണ് മാഡം പ്രശ്നം സാർ, ഉറക്കമാണ് പ്രശ്നം. നേരത്തെ കിടന്നാലും നേരത്തെ കിടന്ന് നേരത്തെ എണീക്കണം എന്നുള്ളതാണ് എല്ലാവരും പറയണത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം കിടന്നു കഴിഞ്ഞാൽ ഉറങ്ങാറില്ല. ചെറിയ രീതിയിലൊരു സ്ട്രെസ് ഉണ്ടെങ്കിൽ പോലും എനിക്ക് ഉറങ്ങാൻ പറ്റാറില്ല. അതിനുവേണ്ടി ഞാൻ കുറെ നാളായിട്ട് ടാബ്ലറ്റ് കഴിച്ചാണ് ഉറങ്ങുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും എനിക്ക് ഉറങ്ങാൻ പറ്റൂല. പക്ഷെ ഇപ്പോൾ ഈ മാജിക് മോർണിംഗിന്റെ ക്ലാസ്സിൽ ചേർന്നതിന് ശേഷം ഞാനിപ്പോ ഒരാഴ്ചയായിട്ടേ കയറിയിട്ടുള്ളൂ. ഒരാഴ്ച കൊണ്ട് ഞാൻ നേരത്തെ കിടന്ന് നേരത്തെ എണീക്കാനാണ് നോക്കാറുള്ളത്. പക്ഷെ ഇന്നിപ്പോ സാറ് പറഞ്ഞതുപോലെ കുറച്ചുകൂടെ നേരത്തെ കിടന്ന് ഫോണും കാര്യങ്ങളും ഒക്കെ മാറ്റി വെച്ചാൽ നല്ല രീതിയിൽ ഉറങ്ങാൻ പറ്റും എന്ന് എനിക്ക് ഇന്നിപ്പോ മനസ്സിലായി. അപ്പം അതെന്തായാലും ഒരു നേരത്തെ അറിയാന്നുള്ള കാര്യമാണ്. എന്നാൽ തന്നെ ഇന്നിപ്പോ സാറിത് പറഞ്ഞതിലൂടെ കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലായി. ഉറക്കം എനിക്ക് വലിയ പ്രശ്നമാണ്. എന്തായാലും നല്ലൊരു ക്ലാസ് ആയിരുന്നു സാർ. താങ്ക് യു. താങ്ക് യു മാം. നിങ്ങള് മെഡിസിൻ കഴിക്കുന്നത് നമുക്ക് കുറയ്ക്കാൻ പറ്റും. നിങ്ങള് കുറച്ച് മെഡിറ്റേഷനിലൊക്കെ ട്രൈ ചെയ്യുകയാണെങ്കിൽ ആ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാം. ഇപ്പം അങ്ങനെ ഒരു ഈ ക്ലാസ്സിൽ ചേർന്നതിന് ശേഷം എനിക്ക് ചെറിയ മാറ്റം ഉണ്ട്. അപ്പൊ ഇന്നിപ്പോ സാറ് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ കിടക്കുന്നതിന് മുമ്പ് തന്നെ ഫോണും കാര്യങ്ങളും ഒക്കെ മാറ്റി വെച്ച് മറ്റു കാര്യങ്ങളിൽ നിന്നെല്ലാം വിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഉറങ്ങാൻ പറ്റും എന്ന് മനസ്സിലാവണുണ്ട്. പക്ഷെ ഇന്ന് സാറിന്റെ ക്ലാസ് കുറച്ചുകൂടെ അതിനൊരു ഇതാണ്. താങ്ക് യു സാർ. താങ്ക് യു. വെൽക്കം. ഓക്കെ, നെക്സ്റ്റ് ആരാ സംസാരിക്കുന്നേ? ഹലോ, പ്രീത മാം. മാജിക് മോർണിംഗ് സുബ്രഹ്മണ്യൻ സാർ. വളരെ ആ നല്ലൊരു മാജിക് മോർണിംഗ്.
നല്ലൊരു ടോപ്പിക് തന്നെയാണ്. പറഞ്ഞ പോലെ നമുക്ക് ഉറക്കം എന്ന് പറയുന്നത് ഒരു അനുഗ്രഹം തന്നെയാണ്. നമുക്കറിയാം കാലത്ത് പകല് മുഴുവൻ നമ്മൾ പല സ്ട്രെസ്സുകളും അനുഭവിച്ച് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ആ സ്ട്രെസ് അങ്ങോട്ട് ഒഴിവാക്കി ആ ജോലി സ്ഥലത്തെ കാര്യമായാലും എന്തായാലും പകൽ കിട്ടുന്ന ആ ഒരു സ്ട്രെസ് മാറ്റി വെച്ച് ഉറങ്ങുന്ന സമയത്ത് നമ്മൾ പ്ലസന്റ് മൈൻഡോട് കൂടെ കിടക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം കാലത്ത് എണീക്കുമ്പോൾ നമുക്ക് ആ ഒരു ദിവസം മണിസാറൊക്കെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ദിവസം നമുക്ക് നല്ല പ്ലസന്റോട് കൂടി തന്നെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ വളരെ നല്ലൊരു ടോപ്പിക്കാണ്. പറയുന്ന പോലെ എന്തായാലും സ്ട്രെസ് ഉണ്ടാവും. എത്ര എന്തെന്നെ കാര്യങ്ങൾ ചെയ്താലും അതില്ലാത്ത ആളുകളൊക്കെ ചുരുക്കം കുറച്ച് ആളുകളായിരിക്കും എന്ന് വിചാരിക്കുന്നു ഞാൻ. എന്തായാലും വൈകുന്നേരം കിടക്കുന്ന ആ ഒരു ടൈമിൽ ഇപ്പോൾ മൊബൈൽ ഫോൺ ആയാലും അതിൽ ഒരു ടൈം മാറ്റി വെച്ചിട്ട് കിടക്കുന്ന ആ ഒരു ടൈമിലെങ്കിലും കുറച്ച് സമയം നമ്മൾ ഹാപ്പി ആയി ഇപ്പോൾ വീട്ടിലുള്ള ആളുകളെ ആയാലും തന്നെ അവരായിട്ട് കൂടുതലായിട്ട് സംസാരിച്ച് കുട്ടികളായാലും ഇപ്പോൾ വൈഫ് ആൻഡ് ഹസ്ബൻഡ് ആയാലും ഒക്കെ നല്ലൊരു കാര്യങ്ങൾ സംസാരിച്ച് നല്ല ഹാപ്പി ഹോർമോണോട് കൂടെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ കാലത്ത് എണീക്കുമ്പോൾ നമുക്ക് ആ ഒരു ദിവസം നമുക്ക് ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു സാർ, വളരെ നല്ലൊരു ക്ലാസ്. ഓക്കെ, നമ്മളെ മോർണിംഗ് റിച്വൽസിൽ നമ്മൾ സേവേഴ്സ് പറയുന്ന മാതിരി നമ്മൾ ബെഡ് ടൈം റിച്വൽസ് അങ്ങനെ ഒരു സാധനമുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ചൊരു ഡിസിപ്ലിനായിട്ട് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് നല്ല ഉറക്ക് കിട്ടും. നല്ല ഉറക്ക് അതെ കിട്ടുകയാണെങ്കിൽ അതെ നമ്മൾ നെക്സ്റ്റ് ഡേ നല്ല പെർഫോം ചെയ്യാൻ പറ്റും. തീർച്ചയായും തീർച്ചയായും നമ്മുടെ ബി മാജിക് കുടുംബത്തിലുള്ള എല്ലാവരും അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഓക്കെ, താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു പ്രീത മാം. Good morning. യെസ്, ജെസി മാം, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. നല്ലൊരു പെർഫോമൻസ്, അതുപോലെ തന്നെ നല്ലൊരു ടോപ്പിക്കും കൂടിയാണ്. ഒന്ന് രണ്ട് പോയിന്റ്സ് ഒക്കെ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടുണ്ട്. എന്തായാലും നല്ലൊരു ഉറക്കം എല്ലാവർക്കും ആശംസിക്കുന്നു. മീൻസ് നൈറ്റ്. ഓക്കെ സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. ഓക്കെ, മാജിക് മോർണിംഗ്. മാജിക് മോർണിംഗ് ഷാജിന മാം. നല്ല പ്രസന്റേഷൻ ആയിരുന്നു സാർ. നല്ലൊരു വിഷയം. ഞാനിപ്പോ സാറ് ക്ലാസ് എടുത്ത സമയത്ത് എനിക്ക് ഇങ്ങനെ ഒരു 1 മന്ത് കഴിഞ്ഞ് ഏകദേശം 2 മന്തോളം ഇങ്ങനെ ഉറക്കമില്ലാത്തൊരു അത് ഞാൻ ഓർക്കുകയായിരുന്നു. സാർ ഇപ്പൊ ഈ ക്ലാസ് എടുത്തപ്പോഴേ ഞാൻ അങ്ങോട്ടങ്ങ് പോയി. താങ്ക് യു സാർ. ഇപ്പം കുഴപ്പമൊന്നുമില്ല. നമ്മളതിന് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വന്നു ആ ഉറക്കമില്ലായ്മ വന്നതിന്റെ. താങ്ക് യു സാർ. നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു, വെൽക്കം. ഓക്കെ. സോ സുബ്രഹ്മണ്യ സർ, താങ്ക് യു സോ മച്ച് ഫോർ ദി സെഷൻ. അപ്പോൾ അടിപൊളി സെഷൻ ആയിരുന്നു. ഇപ്പോൾ ഒരുപാട് ഇപ്പോൾ നോർമലി ഒരുപാട് ആളുകൾ ഫേസ് ചെയ്യുന്നു, കുട്ടികൾ പോലെ ഫേസ് ചെയ്യുന്ന ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് ഇപ്പോൾ ഇതുപോലെ. അപ്പം എന്തായാലും എല്ലാവരുടെ ലൈഫിൽ നല്ലൊരു ബെറ്റർ ലൈഫ് എല്ലാവർക്കും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റട്ടെ. ടീം മെമ്പേഴ്സ് വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കാനുണ്ടായിരുന്നോ? ദിവ്യ മാം. താങ്ക് യു സർ. ഓക്കെ, ഗുഡ് മോർണിംഗ്. മാജിക് മോർണിംഗ്. നേരത്തെ രാവിലെ എണീറ്റുള്ളത് നല്ലൊരു ആക്ച്വലി എന്താ പറയാ, ഇതിന്റെ ഇടയിൽ കട്ടായി പോയി. ഓക്കെ, നല്ലൊരു ക്ലാസ് ആയിരുന്നു. എന്താ പറയാ, എപ്പോഴും നമ്മൾ മോർണിംഗ് റിച്വൽസ് എന്ന് പറഞ്ഞെങ്കിലും ബെഡ് ടൈം റിച്വൽസിനെ കുറിച്ച് കോൺസെൻട്രേഷൻ കുറവാണ് സത്യത്തിൽ. മോസ്റ്റ് ഓഫ് ആളുകൾക്കും, എസ്പെഷ്യലി ഇൻക്ലൂഡിങ് ഞാനടക്കം, നമ്മൾ മൊബൈലിൽ നോക്കിയിരിക്കുന്നതും കാര്യങ്ങള് എന്താ പറയാ, കുറച്ച് കഴിഞ്ഞിട്ട് കിടക്കാന്ന് വിചാരിക്കും. അങ്ങനെ ആ സമയത്ത് നമ്മളൊന്ന് എക്സ്ക്യൂസ് ഇടുന്നത് കൊണ്ടായിരിക്കാം നെക്സ്റ്റ് ഡേ എണീക്കുമ്പോൾ നമ്മൾ അതിന്റെ ഒരു ക്ഷീണം അനുഭവപ്പെടുന്നത്. പക്ഷെ ഡിസിപ്ലിനായിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മളുടെ ലൈഫ് സ്റ്റൈലായിട്ടുള്ള ഈ അസുഖങ്ങളിൽ നിന്നും മാറി നിൽക്കാനും കുറേയൊക്കെ സ്ട്രെസ്സിനെ കുറയ്ക്കാനും സാധിക്കുന്നു എനിക്ക് ക്ലാസ്സിൽ നിന്ന് മനസ്സിലായി. താങ്ക് യു സോ മച്ച് സർ. നല്ലൊരു ക്ലാസ്. താങ്ക് യു, വെൽക്കം. ഓക്കെ, താങ്ക് യു ദിവ്യ മാം. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ നമുക്ക് സുബ്രഹ്മണ്യ സർ, താങ്ക് യു സോ മച്ച് ഫോർ ദി സെഷൻ. അപ്പോൾ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓൾമോസ്റ്റ് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഓക്കെ, താങ്ക് യു ഓൾ ആൻഡ് ബി മാജിക് ഓൾസോ. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു താങ്ക് യു സർ. മാഡം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓൾ. താങ്ക് യു സാർ, താങ്ക് യു ഓൾ. താങ്ക് യു Thank you, sir. സുബ്രഹ്മണ്യൻ സാർ. താങ്ക് യു ഓൾ. താങ്ക് യു താങ്ക് യു. സർ. Okay, താങ്ക് യു ഓൾ. Thank you all.